അസ്സലാമു അലൈക്കും. ഹലോ, ഹായ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ബ്രസീലിയൻ ലെമൺ ജ്യൂസായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ അടുത്തൊക്കെ നല്ലതുപോലെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലാണ് കേട്ടോ ഈ ഒരു ജ്യൂസ്. അപ്പോൾ തയ്യാറാക്കുന്ന രീതി ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത്, എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ. പോരാത്തതിന് അടിപൊളി ചൂടാണല്ലേ, ഭയങ്കര ചൂടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇത് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രസീലിയൻ ലെമൺ ജ്യൂസിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല പഴുത്ത ലെമൺ തന്നെ എടുക്കാൻ നോക്കട്ടോ. നല്ല പഴുത്ത നാരങ്ങ തന്നെ എടുക്കുക. പച്ചനാരങ്ങയിൽ ഉണ്ടാക്കിയാൽ നല്ലോണം പുളിക്കിട്ടോ. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പുറം തോട് എല്ലാതും ചെത്തിക്കളയുക. ഒരിക്കലും നിങ്ങൾ ഇതിൻ്റെ തൊലിയോട് കൂടിയിട്ട് ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്യരുത് കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒട്ടും തന്നെ ടേസ്റ്റില്ല, നല്ലോണം കയ്പുണ്ട്, ടേസ്റ്റേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അത് ആ പുറം തോടൊക്കെ നന്നായിട്ട് തന്നെ 2 ലെമൻ്റെ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ എല്ലാതും ചെത്തിക്കളയണം. ഒട്ടും തന്നെ ആ ഒരു പുറം തോല് തീരെ തന്നെ ഉണ്ടാകാം, അവിടെ യെല്ലോ ഷെയ്ഡ് കേട്ടോ. അപ്പോൾ തീരെ ഇല്ലാതെ ഇതേപോലെ ചെത്തിക്കളഞ്ഞിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ കുരു ഫുള്ളായിട്ട് തന്നെ എടുത്ത് മാറ്റാൻ നോക്കുക. ഒട്ടും തന്നെ ഒരു കുരു പോലും ഇല്ലാതെ വേണം എടുക്കാനായിട്ട്. ഒറ്റൊരു കുരു ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കും കേട്ടോ, നല്ല കഴിക്കും. അപ്പോൾ എല്ലാ കുരുവും നീക്കിയിട്ട് നമ്മുടെ അത്യാവശ്യം വലിയൊരു മിക്സിങ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിന ഇല ഒരു 10 ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 10 എടുത്തിട്ടുണ്ട് പുതിന ഇല, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മെയിനായിട്ട് വേണ്ടത് നമ്മുടെ മിൽക്ക് മെയ്ഡാണ്. 4.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. 4.5 വേണമെങ്കിൽ 5 വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഒരുപാട് മധുരം കൂടി പോകരുത് പറഞ്ഞിട്ട് 4 ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കൂടുതലാണെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഐസ് വാട്ടറും കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു 15 സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. കൂടി പോകരുത്, ഒരു 15 സെക്കൻഡ് മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ ബ്രസീലിയൻ ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ അരിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സെർവ് ചെയ്തെടുക്കാം. നല്ലോണം ചൂടാണല്ലേ. നമുക്കിനി മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ നല്ല ചൂടായിരിക്കും. അപ്പോൾ ചൂടിനൊക്കെ ദാഹത്തിൻ്റെ ചൂടിനൊക്കെ ഏറ്റവും നല്ലൊരു ലെമൺ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ പോരാത്തതിന് നമ്മുടെ നല്ലൊരു റംസാൻ മാസമാണ് വരുന്നത്. അതിനൊക്കെ ഇത് നമുക്ക് വിരുന്നുകാരൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. നോമ്പ് തുറയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് ഈ ഒരു ജ്യൂസ് നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. അപ്പോൾ നമ്മുടെ ബ്രസീലിയൻ ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ജ്യൂസ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ എന്താ പറയുക, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. ടേക്ക് കെയർ, ബൈ.